ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്നത് എന്താണ്, ചെക്കിൽ തന്നെ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. സോ വാട്ട് വാസ് ദാറ്റ്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഈസ് ദ പേയ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ടു ദ ഹോൾഡർ ഓഫ് എ പ്രോമിസറി നോട്ട് ഓർ എനി അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് നോളജ് ദാറ്റ് ദ ഡോക്യുമെൻറ്റ്സ് ഹാവ് ബീൻ അക്വയർഡ് ബൈ ഫ്രോഡ് ഓർ ദാറ്റ് ഓഫ് ദ ഹോൾഡർ ഡു നോട്ട് ഹാവ് എനി വാലിഡ് ടൈറ്റിൽ ഓൺ ഇറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെക്കല്ലാതെ വേറെ ആരുടെയെങ്കിലും ഒരു ചെക്ക് ബൈ ഫ്രോഡിലൻ്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ വേറെ വഴി കടന്ന് കിട്ടിയ ഒരു ചെക്ക് കൊണ്ടുപോയി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. അതിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ ബാങ്കറിനാണ് അത് നഷ്ടം ഉണ്ടാകുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ true owner of the instrument cannot claim the payment from the payer where he can sue for getting payment. പിന്നെ അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി സ്യൂ ചെയ്യാമെന്നല്ലാതെ ചെയ്ത പേയ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരിക്കലും നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് വാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബാങ്ക് ഓഫ് ദ ബിയറർ ടു നോ ഹൗ ടു സേവ് ദാറ്റ് ചെക്ക് ഒരിടത്ത് നഷ്ടപ്പെടാണ്ട് സേവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടത് ആരുടെ ഡ്യൂട്ടി ആയിരുന്നു? ആ ബിയറിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്കിലെ തന്നെ പല ടേംസുകളാണ് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ഡ്രോ ചെയ്യുന്നത്, എന്തെല്ലാം രീതികളിൽ നമുക്ക് ഏതൊക്കെ പാർട്ടീസാണ് ഒരു ചെക്ക് ആയിട്ട് വരുന്നത്. ആരായിരുന്നു? ബിയററുണ്ട്. ചെക്ക് ബിയറർ എന്ന് പറഞ്ഞാൽ ആരാണോ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് എഴുതുന്നത് അത് ചെക്ക് ബിയറർ പറഞ്ഞു. അതേപോലെ ബാങ്കർ പറഞ്ഞു, who is going to pay the amount, who is the payee or the banker, and the another one the person who gets the money, പൈസ കിട്ടാൻ പോകുന്ന ആൾ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ബിയറർ, ബിയറി ആൻഡ് ദ പേയി, അങ്ങനെ പലവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നൗ വി വോണ്ട് ടു നോ ദ അനദർ കൺസെപ്റ്റ് ഓഫ് ചെക്ക് വിച്ച് ഇസ് നോൺ ആസ് ദ ക്രോസിംഗ് ഓഫ് ചെക്ക്. ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. So we know that check is an unconditional order. Check in ഒരു unconditional order എന്നാണ് പറയുന്നത്. So what is unconditional order? That is, if we do not have any circumstances, അല്ലെങ്കിൽ നമുക്കൊരു തെളിവും ഇല്ലാതെ ആ ചെക്കിന് ഡിസോർഡർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ചെക്കിന് പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു റെസ്ട്രിക്ഷനും ഇല്ലെങ്കിൽ വി ആർ ബൗണ്ട് ടു ഗീവ് ദ എമൗണ്ട് ഓവർ ദ ചെക്ക് ഓർ അഗെയിൻസ്റ്റ് ദ ചെക്ക് വിതൗട്ട് എനി ഡിലേ ഓർ വിതൗട്ട് മച്ച് കണ്ടീഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ ചെക്കിനെ ഒരു അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ആര് ഡിമാൻഡ് ചെയ്താലും ആ സമയത്ത് വെച്ചാൽ അതിനകത്ത് ഇപ്പോൾ പേരെഴുതിയിട്ട് ഒരു പേ ഉണ്ടെങ്കിൽ ഇഫ് ബാങ്ക്സ് ഇൻ ദ ബാങ്ക് ഫോർ ദ പേയ്മെൻറ്റ് ദ ബാങ്ക് ഈസ് ഒബ്ലിഗഡ് ടു ഗീവ് ദ പേയ്മെൻറ്റ്. അതേപോലെ ക്യാഷ് എന്ന് എഴുതിയിട്ടൊരു ചെക്ക് നമ്മളുടെ പേരിലൊരു ചെക്ക് നമ്മൾ എഴുതി ഒരാളുടെ കയ്യിൽ കൊടുത്തു. അതിൽ ക്യാഷ് എന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ ദ പേഴ്സൺ ഹു ഗെറ്റ്സ് എ ചെക്ക് ക്യാൻ ഗോ ടു ദ ബാങ്ക് ആൻഡ് ക്ലിയർ ദ ചെക്ക് വിതൗട്ട് മച്ച് ഡിലേ. അപ്പോൾ അതിനെയാണ് എപ്പോൾ ഡിമാൻഡിൽ ചോദിച്ചാലും നമ്മൾ ചെക്ക് കൊടുക്കേണ്ടതാണ്, പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആൻഡ് ദ പേയ് ഓഫ് ദ ചെക്ക് ഇസ് എൻറ്റൈറ്റിൽഡ് ടു എൻകാഷ് ദ ചെക്ക് അറ്റ് ദ കൗണ്ടർ ഓഫ് ദ പേയ് ബാങ്ക് ബൈ പ്രസൻറ്റിംഗ് വിതിൻ ദ സ്പെസിഫൈഡ് ബാങ്കിങ് അവേഴ്സ് ആണ് വർക്കിംഗ് ഡേ. ഒരു ബാങ്കിങ് അവേഴ്സ് നമുക്ക് നോർമൽ അവേഴ്സ് എത്രയാണെന്നറിയാം. ആ വർക്കിംഗ് അവേഴ്സിനുള്ളിൽ ഈ പേയ് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ഈ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ദ ബാങ്കർ ഈസ് ഒബ്ലിഗഡ് ടു ഗീവ് ദ പേയ്മെൻറ്റ് ടു ദ പേഴ്സൺ. And in the case of a bearer check, the payee bank need not seek the identification of the holder of the check. ഇപ്പം പല ടൈപ്പ് ചെക്കുണ്ട്. ബിയറോ ചെക്കുണ്ട്. ബിയറോ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതിൽ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ചെക്കിൽ പല ഭാഗങ്ങളുണ്ട്. പേയുടെ പേര് എഴുതാനുള്ളതുണ്ടാവും, നമ്മളുടെ സൈൻ ചെയ്യാനുള്ളതുണ്ട്, എമൗണ്ട് എഴുതുന്നതുണ്ട്. സോ നമ്മൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ ഞാൻ അവിടെ ഡ്രോവറിൻ്റെ അവിടെ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടാവും. In that case, any person can go to the bank with the check to get the money. അപ്പോൾ ആ ബാങ്കർ ഒരിക്കലും ആ ആളുടെ ആരാണ് കൊണ്ടുവന്നത് അയാളുടെ ഐഡൻറ്റിഫിക്കേഷൻ അറിയേണ്ട കാര്യമില്ല. whoever approaches the bank with the given check can withdraw the money. Okay. And in case of an order check, it is paid by the payee bank on being satisfied about the true identity of the presenter of the check. അതല്ല, ഒരു ഓർഡർ ചെക്കാണ്. ഈ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ആൾ ബി ആണെങ്കിൽ ബി ഈസ് പ്രസൻറ്റിങ് ടു ദ പേഴ്സൺ കോൾഡ് എക്കാണ് ഞാനിത് ഓർഡർ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ എയുടെ ഐഡൻറ്റിറ്റി നമ്മുടെ പേയ് ബാങ്ക് ഉറപ്പ് വരുത്തിയിരിക്കണം. അതാണ് ഓർഡർ ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ചെക്കിൻ്റെ ഐഡൻറ്റിറ്റി എപ്പോഴും ബാങ്കർ ശ്രദ്ധിച്ചിരിക്കണം. സെയിം പേഴ്സണ് തന്നെ നമ്മൾ ചെക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഐഡൻറ്റി കാർഡ് വാങ്ങിയിട്ട് അത് ഒത്തുചേർത്ത് പേര് സെയിം ആണ് എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമായിരിക്കും അങ്ങനെയുള്ളൊരു ചെക്ക് പേയ്മെൻറ്റ് ചെയ്യാം.
Then, when a check is sent from one place to another place through post, the check might be fallen in the hands of a wrong person who might not taken the payment from the banker. So, to avoid such risk, the drawer may give directions to the payee bank through certain words marked on the check itself, which constitute closing. ഇത് നമ്മൾ നേരിട്ട് നമുക്ക് ഒരാളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നോർമൽ ഒരു ബെയറർ ചെക്കായിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ പേരെഴുതി ഓർഡർ ചെക്കായിട്ടോ കൊടുക്കാം. ബട്ട് ഇൻ കേസ് നമുക്ക് കൊടുക്കേണ്ടത് നമ്മളുടെ ഓഫീസ് മുംബൈയിലും നമുക്ക് ചെക്ക് കൊടുക്കേണ്ടത് കേരളത്തിലും ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്തിട്ട് ആ ചെക്ക് കൊടുത്ത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു ചെക്ക് എൻകാഷ്ഡ് ആക്കി കിട്ടാം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ ഒരു സാധനം എത്താൻ വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കും. ഇപ്പോൾ പോസ്റ്റൽ വഴി നമ്മൾ അയക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ അയക്കുന്ന കേസിൽ ചില സമയത്ത് ചിലപ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റും സ്പീഡ് പോസ്റ്റൊക്കെ വെച്ച് അയക്കാം. എന്നാലും ഇൻ എനി കേസ് ഇത് കിട്ടുന്ന ആൾ ഒരു റോങ് പേഴ്സൺ ആണ്. നമ്മൾ ഉദ്ദേശിച്ച ആൾക്കല്ല ആ ചെക്ക് കിട്ടിയിരിക്കണമെങ്കിൽ ആ ചെക്കിന് ഒരിക്കലും അയാൾക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇൻ ദാറ്റ് കേസ് റോങ് പേഴ്സണിലാണോ കിട്ടിയത്, അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓഫ് ചെക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ ക്രോസിംഗ് ഓഫ് ചെക്സ്. സോ ഇനി നമുക്ക് എന്താ അപ്പോൾ ക്രോസിങ്. അപ്പോൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇഫ് വി വോണ്ട് ടു സെൻഡ് ടു എ ഡിഫറെൻറ്റ് പ്ലേസ്, ചെക്ക് നീഡ് ടു ബി സെൻഡ് ടു എ ഡിഫറെൻറ്റ് പ്ലേസ്, വി ക്രോസ് ദ ചെക്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ given to the pay bank to pay the amount of the check through an account only and not directly to a person presenting it at the counter of the pay bank. എന്ന് പറഞ്ഞാൽ ഇപ്പം ICICIയുടെ ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, എ എന്നാണ് എൻ്റെ പേര് എന്നെങ്കിൽ ഐ വിൽ റീച്ച് ദ ബാങ്ക് ആൻഡ് ഐ വിൽ ഗീവ് എ ചെക്ക് ഓൺ ദ സെയിം ബാങ്ക്. ICICI ബാങ്കിൻ്റെ ചെക്കിൽ ഞാൻ എൻ്റെ സൈൻ ചെയ്ത് എന്ന് സൈൻ ചെയ്ത് ഞാനൊരു ചെക്ക് കൊടുക്കുക. അപ്പം ICICI ബാങ്കിൻ്റെ ചെക്ക് എനിക്ക് എത്തിക്കേണ്ടത് ഒരു ഡൽഹിയിലേക്കാണ്. സോ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ ജസ്റ്റ് സെൻഡ് ഇറ്റ് ഇൻ എ സ്പീഡ് പോസ്റ്റ് ടു ദാറ്റ് പേഴ്സൺ. അപ്പം ബി എന്ന് പറഞ്ഞ ആൾക്കാണ് ഞാൻ ചെക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ ചെക്കിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബിക്ക് ഒരിക്കലും ഈ ചെക്ക് നേരിട്ട് കൊണ്ടുപോയി കൈ കൊടുത്ത് ബാങ്കിന് നേരെ കൊടുത്ത് ക്യാഷായിട്ട് വാങ്ങാൻ പറ്റത്തില്ല. ക്യാഷ് എമൗണ്ട് ആയിട്ട് ബാങ്ക് ഒരിക്കലും ബിക്ക് കൊടുക്കത്തില്ല. ഓൺലി ത്രൂ ദി അക്കൗണ്ട് ദ എമൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ്. അപ്പോൾ ബിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും ICICI ബാങ്കിൻ്റെ ഈ ചെക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് പറഞ്ഞത്. കയ്യിൽ കറക്റ്റ് പൈസ കൊടുക്കാതെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. സോ it is an instruction given to the payee bank to pay the amount of the check through an account only and not directly to the person presenting at the counter of the payer bank. ബാങ്കറിൻ്റെ കൗണ്ടറിൽ കൊണ്ടുവന്ന ചെക്കിന് അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും എമൗണ്ട് പേ ചെയ്ത് കൊടുക്കുന്നത്. സോ ക്രോസിംഗ് ഇസ് എ ഡിവൈസ് ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് പേയ്മെൻറ്റ് ഒരിക്കലും തെറ്റായ ആളിലേക്കല്ലല്ലോ കിട്ടിയത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ക്രോസിംഗ് ചെയ്യുന്നത്. സോ ഇഫ് ദ പേ ഓഫ് ദ ചെക്ക് ഇസ് നോട്ട് എ കസ്റ്റമർ ഓഫ് ദ സെയിം ബാങ്ക് ഓൺ വിച്ച് ഇറ്റ് ഇസ് ഡ്രോൺ, there is no chance of identifying the true owner since he has no account with the same bank. Therefore, if the payment is made to a banker with whom the payee is having an account, the identity of the payee can be easily ascertained. Usually, the banker who collects the check on behalf of his customer credits the amount in his account. He can withdraw the money by the issue of check. ഇപ്പം നമ്മളുടെ ബാങ്കിൽ തന്നെ ഇപ്പോൾ ICICIയിൽ തന്നെയാണ് ബിക്ക് അക്കൗണ്ട് എങ്കിൽ ദർ ഈസ് നോ ഇഷ്യൂ. അപ്പോൾ ഒരു പ്രശ്നം വരുന്നില്ല. ബിക്ക് എന്തായാലും അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ഹോൾഡറിനെ നമുക്ക് നമ്മളുടെ ബാങ്കിന് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് കോൾഡ് എ ക്രോസിംഗ് ടെക്നിക്. അപ്പോൾ ക്രോസിംഗ് ഇസ് എ ഡിവൈസ് യൂസ് ടു റെഡ്യൂസ് ദ ഫ്രോഡ്സ് ഇൻ ഹാൻഡ്ലിംഗ് ദി ചെക്സ് നമ്മൾ ട്രാൻസ്ഫർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസിംഗ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് ത്രൂ ക്രോസിംഗ് വി ക്യാൻ മേക്ക് ദ പേയ്മെൻറ്റ് ഓൺലി ത്രൂ ദ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് മാത്രമാണ് ക്രോസിങ്ങിലൂടെ പ്രൊമോട്ടഡ് ആവുന്നത്. സോ ക്രോസിംഗ് is defined as a drawing two parallel transverse lines across the face of the check with or without the words and co or with the name of the collecting bank between the lines.
അപ്പം നമ്മൾ ചില ചെക്കൊക്കെ കണ്ടാൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്രോസ്ഡ് ചെക്കാണെങ്കിൽ നമ്മുടെ ചെക്കിൻ്റെ നടുക്കൂടെ 2 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചെക്കാണ് ഈ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല രീതി അതിനകത്ത് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, ആ 2 പാരലൽ ലൈൻസിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ബ്ലാങ്ക്സ് ആയിട്ടായിരിക്കും അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്രോസിങ്ങിനെ തന്നെ പല പല ടൈപ്സ് ആയിട്ടാണ് പറയുക. അപ്പോൾ അതായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. ക്രോസിംഗ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു 2, ദാറ്റ് ഈസ് ജനറൽ ക്രോസിംഗ് ആൻഡ് ദ സ്പെഷ്യൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗ് എന്നും സ്പെഷ്യൽ ക്രോസിംഗ് എന്നും നമുക്ക് ക്രോസിങ്ങിനെ തന്നെ ഡിവൈഡ് ചെയ്യാം. സോ ഇൻ വിച്ച് യു വോണ്ട് ടു സ്റ്റഡി വാട്ട് ഇസ് ജനറൽ ക്രോസിംഗ്. ആദ്യം നമുക്ക് പഠിക്കേണ്ട ജനറൽ ക്രോസിംഗ് എന്താണ്. എന്താ ജനറൽ ക്രോസിംഗ്? In which we draw 2 parallel transverse lines in the face of the check constitutes the general closing. 2 വര, ഇവിടെ ഒരു സ്പെസിമെൻ കണ്ടോ, 2 വര വരച്ചിരിക്കുന്നു. അടുത്തതിൽ 2 വര വരച്ചിട്ട് ആൻഡ് കോന്ന് എഴുതിയിരിക്കുന്നു. ആൻഡ് കമ്പനി, അക്കൗണ്ട് പേയ്സ് അക്കൗണ്ട്, നോട്ട് നെഗോഷ്യബിൾ. ഇങ്ങനെ പല രീതി. ഇതെല്ലാം നമ്മളുടെ ജനറൽ ക്ലോസിംഗ് ടെക്നിക്സ് ആണ്. സോ ദ ലൈൻ മസ്റ്റ് ബി ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക്. നമ്മൾ നോക്കേണ്ട കാര്യമാണ്, ചെക്കിന് 2 വശമുണ്ട്. അതിൽ ഫേസ് ഓഫ് ദ ചെക്കിൻ്റെ ഫ്രണ്ട് നമ്മൾ എമൗണ്ട് ഒക്കെ എഴുതുന്ന ആ ഭാഗത്താണ് ലൈൻസ് ഇട്ടിട്ട് വരയ്ക്കേണ്ടത്. അത് ഫസ്റ്റ് തിങ് ദാറ്റ് വി ഷുഡ് കോൺസെൻട്രേറ്റ്. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഷുഡ് ബി പാരലൽ ഓൺ ടു ഈച്ച് അതർ. 2 ലൈൻസ് ക്രിസ് ക്രോസ് ഇടാൻ പാടില്ല. നമ്മുടെ ക്രോസ് വെട്ട് ഇടുന്ന പോലെ ഇടാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി പാരലൽ. ദെൻ ഇൻ ക്രോസ് ഡയറക്ഷൻ, ദാറ്റ് ഇസ് ട്രാൻസ്വേഴ്സ്. 2 ക്രോസ് ഡയറക്ഷനിലായിരിക്കണം. And the words and company and co may be used when the drawer of the check does not know through which bank the payee collects the cross check. അപ്പോൾ ക്രോസ് ചെക്ക് കളക്ട് ചെയ്യാൻ പോകുന്ന ബാങ്ക് ICICIയിൽ തന്നെ. എൻ്റെ അക്കൗണ്ട് ICICIയിലാണ്. അപ്പം ചിലപ്പോൾ ICICI തന്നെ ആവണമെന്നില്ല, ആ പേ കൊണ്ട് എമൗണ്ട് ചെക്ക് വിഡ്രോ ചെയ്യാൻ പോകുന്ന bank. In that case, if we do not know on which bank the payee will approach for getting the money, we can write in that and company. അപ്പോൾ ആൻഡ് കമ്പനി എന്ന് നമുക്ക് എഴുതാം. ഇഫ് യു ഡു നോട്ട് know the bank through which the money is to be withdrawn. So the effect of general closing is that the check must be presented to the payee banker through any bank where the payee has bank account. Collecting banker, after collecting the amount from the payee bank, credits the amount to the account of the payee. ഇപ്പോൾ ജനറൽ ക്ലോസിങ്ങിൽ പേയ് ബാങ്കിൽ നമ്മൾ ഏത് ബാങ്കിൽ കൂടി നമുക്ക് പേയ് ബാങ്കിൽ നിന്ന് നമ്മുടെ പേയറിൻ്റെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ICICIയിലുള്ള ഒരു ചെക്കാണെങ്കിൽ ICICI ബാങ്കിൽ കൂടെ മാത്രമേ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല. വി ക്യാൻ റീച്ച് എനി ബാങ്ക്, ഏത് ബാങ്കിലൂടെ നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 ലൈൻസ് വരച്ച് അതിനുള്ളിൽ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേ ഇങ്ങനെയൊക്കെ എഴുതുന്നതിനെയാണ് നമ്മൾ ജനറൽ ക്ലോസിംഗ് എന്ന ടെക്നിക്ക് പറയുന്നത്. ഇതേപോലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലോസിംഗ് ആണ് സ്പെഷ്യൽ ക്ലോസിംഗ്. അപ്പോൾ ജനറൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞു നോർമൽ വൺ. Second type is the special closing. What is meant by special closing? The drawing of 2 parallel transverse lines on the face of the check and inserting the name of the collecting banker between the 2 transverse parallel lines is known as special closing. Special closing എന്ന് വെച്ചാൽ നമ്മൾ 2 ലൈൻസ് ഇട്ടിട്ട് ആ ലൈൻസിൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ടാവും ഏത് ബാങ്കിലൂടെയാണ് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഈ ചെക്ക് കൊണ്ട് ഏത് ബാങ്കിനാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പെഷ്യൽ ക്ലോസിംഗ് എന്ന് പറയും. അതാണ് ഇന്ത്യൻ, ഒന്നെങ്കിൽ 2 ലൈൻസിനിടെ ഇന്ത്യൻ ബാങ്ക് എന്ന് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇന്ത്യൻ ബാങ്ക് എന്ന് എഴുതാം. അതർവൈസ് അക്കൗണ്ട് പേയി ഇന്ത്യൻ ബാങ്ക്, പേയ്സ് അക്കൗണ്ട് ഇന്ത്യൻ ബാങ്ക്, നോട്ട് നെഗോഷ്യബിൾ ഇന്ത്യൻ ബാങ്ക്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എഴുതാം. മറ്റേതാണെങ്കിൽ ജനറൽ ക്ലോസിംഗ് ചെയ്യുന്നത് ഏത് ബാങ്കിലൂടെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദർ ഇസ് നോ പ്രോബ്ലം. വൈൽ ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്ലോസിംഗ് വി കുഡ് ഓൺലി അപ്രോച്ച് ദ സെയിം ബ്രാഞ്ച് ഓർ ദ സെയിം ബാങ്ക് ഫോർ ദി അക്കൗണ്ട് ട്രാൻസ്ഫേഴ്സ്. സോ ദിസ് ഇസ് കോൾഡ് ജനറൽ ക്ലോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്ലോസിംഗ്. അപ്പോൾ ക്ലോസിങ്ങിന് 2 ടൈപ്സ് ആണ് പറഞ്ഞാൽ ജനറൽ ക്ലോസിങ്ങും സ്പെഷ്യൽ ക്ലോസിങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ക്ലോസിംഗ്, 2 ടൈപ്പ് ക്ലോസിംഗ് ടെക്നിക്സ് ആണ് പഠിച്ചത്, സ്പെഷ്യൽ ക്ലോസിംഗ് അതുപോലെ ജനറൽ ക്ലോസിംഗും. ഇനി നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് മെന്റ് ബൈ അക്കൗണ്ട് പേ ക്ലോസിംഗ് ആൻഡ് വാട്ട് ഈസ് നോൺ നെഗോഷ്യബിൾ ക്ലോസിംഗ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ അക്കൗണ്ട് പേ ഇന്ത്യൻ ബാങ്ക് അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്നുള്ള എഴുതിയിട്ടില്ലേ. അപ്പോൾ അതെന്താണ് മീനിങ്, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ദാറ്റ് വി വോണ്ട് ടു സ്റ്റഡി. സോ ഫസ്റ്റ് വി വോണ്ട് ടു നോ വാട്ട് ഈസ് അക്കൗണ്ട് പേ ക്ലോസിംഗ്. So, account pay closing is a type of closing which instructs the collecting banker to collect and credit the amount to the account of the payee. പേയുടെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് ആ കളക്റ്റീവ് ബാങ്ക്, ഏത് ബാങ്കറാണോ അവരിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ട് എന്ന് മെൻഷൻ ചെയ്യാനാണ് നമ്മൾ അക്കൗണ്ട് പേയി ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ ആ അക്കൗണ്ട് ഹോൾഡർ
ഏതാണോ ആ പേയി അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ഈ അക്കൗണ്ട് പേയി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അക്കൗണ്ട് പേയി ക്രോസിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രോസിംഗ് വിച്ച് ഇൻസ്ട്രക്ട്സ് ദ collecting banker to collect and credit the amount to the account of the payee. So in words, account payee or payee's account in the crossing have special significance because they intend to make the check more safe. നമ്മുടെ ചെക്ക് കൂടുതൽ സേഫ് ആവാൻ, വേറൊരാളും അല്ലെങ്കിൽ തെറ്റായ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ദ അക്കൗണ്ട് പേയി ക്രോസിംഗ്. ഇറ്റ് മേക്ക് ദ ചെക്ക് മോർ സേഫർ. വേറൊരു തെറ്റായിട്ട് ആൾക്ക് ഒരിക്കലും ആ എമൗണ്ട് ട്രാൻസ്ഫർ ആവത്തില്ല. സോ ഇൻ കേസ് സച്ച് എ ചെക്ക് ഇസ് കളക്റ്റഡ് ഫോർ someone other than the payee named in the check, the collecting bank will be held liable for the conversion and is bound to make good the loss that the payee suffers on the account of his conversion. അപ്പം എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആൾക്കല്ല, അല്ലെങ്കിൽ അക്കൗണ്ട് മാറിയാണ് നമ്മൾ പേയ്മെൻറ്റ് കളക്റ്റീവ് ബാങ്ക് ചെയ്യുന്നതെങ്കിൽ അത് ആരുടെ കുറ്റമായിരിക്കും? ബാങ്കറിന് മാത്രം കുറ്റമായിരിക്കും. ബാങ്കർ തന്നെ ആ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് അക്കൗണ്ട് പേയി ക്രോസിംഗ്. അപ്പോൾ അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്താണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അക്കൗണ്ട് പേയി ക്രോസിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രോസിംഗ് വിച്ച് ഇൻസ്ട്രക്ട്സ് ദ കളക്റ്റിംഗ് ബാങ്കർ ടു കളക്ട് ആൻഡ് ക്രെഡിറ്റ് ദ എമൗണ്ട് ടു ദ അക്കൗണ്ട് ഓഫ് ദ പേയി അലോൺ. പേയുടെ അക്കൗണ്ടിലോട്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഒന്നാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്താണ്? ഇറ്റ് ടേക്സ് അവേ ദ നെഗോഷ്യബിലിറ്റി ഓഫ് ദ ചെക്ക് ദോ ഇറ്റ് ഡസ് നോട്ട് എഫക്ട്സ് ഇറ്റ്സ് ട്രാൻസ്ഫറബിലിറ്റി. ട്രാൻസ്ഫറബിലിറ്റീനെ എഫക്റ്റ് ചെയ്യില്ലെങ്കിലും നെഗോഷ്യബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് നോൺ നെഗോഷ്യബിൾ ചെക്ക് എന്ന് പറയുന്നത്. സോ സെഷൻ 130 നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതിൽ സെഷൻ 130 പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ റിസീവിംഗ് എ ചെക്ക് റൂൾസ് ജനറലി ഓർ സ്പെഷ്യലി ബിയറിംഗ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ ഷാൽ നോട്ട് ഹാവ് എ ബെറ്റർ ടൈറ്റിൽ ടു ദ ചെക്ക് റാദർ ദ പേഴ്സൺ ഫ്രം ഹൂം ഹി റിസീവ്സ് ഇറ്റ്. അപ്പോൾ ഇപ്പം എനിക്ക് ഒരു ചെക്ക്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് ചെക്ക് തരികയാണ്, നിങ്ങളുടെ പേരിലുള്ള ചെക്ക് എനിക്ക് തന്നു. സോ ഐ ക്യാൻ ഗോ ടു ദ ബാങ്ക് ആൻഡ് ഗെറ്റ് ദ പേയ്മെൻറ്റ് അല്ലേ, എനിക്ക് നേരിട്ട് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ എൻ്റെ ആവശ്യത്തിന്. അതല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നോർമലി സാധാരണ ചെക്കൊക്കെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കാം. അയാൾക്ക് പോയിട്ട് ആ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ അക്കൗണ്ട് പേയ് ചെക്ക്, ജസ്റ്റ് ഒരു ക്യാഷ് എന്ന് വല്ലതുമാണ് ക്ലോസ് ചെയ്ത് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ജനറൽ ക്ലോസിങ്ങിൽ ഒന്നും മെൻഷൻ ചെയ്യാതെ കൊടുത്ത ഒരു ചെക്കാണെങ്കിൽ എനിക്ക് വേറൊരാൾക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണ് ഇട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ, 2 ലൈൻ ഇട്ടിട്ട് ഇതിനകത്ത് മുകളിൽ കണ്ടില്ലേ 5ാമത്തെ പോയിന്റ്, നോട്ട് നെഗോഷ്യബിൾ ഇന്ത്യൻ ബാങ്ക് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പോയി തന്നെ എൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമായിരിക്കും ആ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. വേറെ ഞാൻ കൊടുത്തിട്ട് ഞാനിത് വേറൊരാൾക്ക് കൊടുത്ത് അയാൾക്ക് ഒരിക്കലും പോയിട്ട് പേയ്മെൻറ്റ് വാങ്ങാൻ പറ്റത്തില്ല. അതാണ് നോട്ട് നെഗോഷ്യബിൾ. അപ്പോൾ ട്രാൻസ്ഫറബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, നെഗോഷ്യബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും, ട്രാൻസ്ഫറബിലിറ്റിക്ക് എഫക്റ്റ് ചെയ്യത്തില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് നോട്ട് നെഗോഷ്യബിൾ. അപ്പോൾ എനിക്കൊരിക്കലും അതിൻ്റെ ടൈറ്റിൽ കിട്ടത്തില്ല. ഇപ്പം ഞാൻ വേറൊരാൾക്ക് ആ ചെക്ക് കൊടുക്കുമ്പോൾ ആ ചെക്ക് ശരിക്കും ബെയർ ചെയ്യുന്ന ആരാ? എൻ്റെ ചെക്കാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് കിട്ടിയതാണെങ്കിലും ഇറ്റ് ബിക്കംസ് മൈൻ. എൻ്റെ ആ ടൈറ്റിൽ ആ പേഴ്സണാലിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടി, ഞാൻ വേറൊരാൾക്ക് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ നോൺ നെഗോഷ്യബിൾ എഴുതിയ ഒരു ചെക്കാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ ടൈറ്റിൽ എനിക്ക് കിട്ടത്തില്ല. വേറൊരാൾ എനിക്ക് തരുകയാണെങ്കിൽ ഇറ്റ് ഓൾവേസ് ബിലോങ്സ് ടു ദാറ്റ് പേഴ്സൺ. ദ ടൈറ്റിൽ ഓൾവേസ് ബിലോങ്സ് ടു ദ പേഴ്സൺ ഹൂ ഹാൻഡ് ഓവർ ദ ചെക്ക് ടു me. I can't hand over to any other person in case of a non-negotiable crossing. So, ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ക്രോസിങ്ങിന് 2 ടൈപ്പ് ഓഫ് ക്രോസിംഗ് ഡിസ്കസ് ചെയ്തു. സ്പെഷ്യൽ ക്രോസിങ്ങും ജനറൽ ക്രോസിങ്ങും. ജനറൽ ക്രോസിങ്ങിലാണ് സ്പെഷ്യൽ ക്രോസിങ്ങിലാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്, ഒരിക്കലും ക്യാഷ് ആയിട്ട് ക്രോസ്ഡ് ചെക്കിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാങ്കർ ഒരിക്കലും ക്യാഷ് ആയിട്ട് തരത്തില്ല. ഓൺലി ത്രൂ ദ അക്കൗണ്ട് ട്രാൻസ്ഫർ ദേ വിൽ ഡു ദ പേയ്മെൻറ്റ് എന്നതാണ് നമ്മൾ ക്രോസിംഗ് എന്ന് ഉദ്ദേശിക്കുക. പിന്നെ ജനറൽ ക്രോസിങ്ങിലാണെങ്കിൽ, ജനറലി ക്രോസ് ചെയ്ത ചെക്കാണെങ്കിൽ ഏത് ബാങ്കിൽ ചെന്നാലും നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഏത് ബാങ്കിൽ കൊടുത്താലും നമുക്ക് ആ എമൗണ്ട് കിട്ടും. പക്ഷേ സ്പെഷ്യൽ ക്രോസ് ചെയ്തിട്ട് ഏത് ബാങ്കാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലി ത്രൂ ദാറ്റ് ബാങ്ക് വി ക്യാൻ ട്രാൻസ്ഫർ ദ എമൗണ്ട് ഓർ വി ക്യാൻ ഗെറ്റ് ദ ചെക്ക് എമൗണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്പെഷ്യൽ ക്രോസിംഗ്. ഇനി ജനറൽ ക്രോസിംഗിൽ തന്നെ സ്പെഷ്യൽ ക്രോസിംഗിൽ തന്നെ വി ക്യാൻ ഹാവ് 2 ടൈപ്സ് ഓഫ് ക്രോസിംഗ്, ദാറ്റ് ഈസ് അക്കൗണ്ട് പേയ് ക്രോസിംഗ് ആൻഡ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. ഒന്നെങ്കിൽ അക്കൗണ്ട് പേയ് ക്രോസിംഗ് ആവാം, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ ആവാം. അക്കൗണ്ട് പേയ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് പേയ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഏതാളാണോ
ആ ചെക്കും കൊണ്ട് ചെല്ലുന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും ഈ ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് പോകുന്നത്. അത് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ബാങ്കറിൻ്റെ തന്നെ നഷ്ടമായിട്ടേ കൂട്ടുകയുള്ളൂ. അതാണ് അക്കൗണ്ട് പേ ക്രോസിങ്. അതല്ല നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാണ്. അതിൽ പറയുന്നത് നമുക്ക് കിട്ടിയൊരു ചെക്ക്, വേറൊരാൾ നമ്മളുടെ പേരിൽ തന്ന ചെക്ക് നമുക്ക് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. വേറൊരാളിലേക്ക് നമ്മളുടെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ടൈറ്റിൽ കാൻ ബി ട്രാൻസ്ഫേർഡ്. ദ ടൈറ്റിൽ വിൽ ബിലോങ്സ് ടു ദ പേഴ്സൺ ഹൂ ഡ്രോസ് ദ ചെക്ക്. ആ ചെക്ക് ഡ്രോ ചെയ്ത ആൾക്ക് മാത്രമായിരിക്കും അതിൻ്റെ ടൈറ്റിൽ ഉണ്ടാകുന്നത്. അയാളുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ എമൗണ്ട് പോകാനും പറ്റുള്ളൂ, എനിക്ക് മാത്രമേ ആ എമൗണ്ട് കളക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. ഐ കാൻ ഗിവ് ഇറ്റ് ടു എനി അതർ പേഴ്സൺ. ഇറ്റ് ഈസ് കോൾഡ് എ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. അപ്പോൾ ടൈപ്സ് ഓഫ് ക്രോസിംഗ് 4 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അറിയേണ്ടത് ഹൂ ക്യാൻ ക്രോസ് ദ ചെക്ക്. ആർക്കൊക്കെയാണ് ചെക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്? So 125, section 125 of the Negotiable Instrument Act says that the following persons are authorized to cross a check called the check may be crossed by the drawer. ഒന്നെങ്കിൽ ഈ സൈൻ ചെയ്യുന്നില്ലേ, ആരുടെ അക്കൗണ്ടിൽ നിന്നാണോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അയാൾക്ക് ക്രോസ് ചെയ്യാം. ഓർ ദ ഹോൾഡർ ഓഫ് ദ ചെക്ക്, ചെക്കിൻ്റെ ഹോൾഡറിന് ക്രോസ് ചെയ്യാം. ഓർ ദ കളക്ടിങ് ബാങ്കർ, ബാങ്കറിനും ക്ലോസ്ഡ് ചെക്ക് ആകാൻ പറ്റും. സോ 3 persons can do this crossing, either the holder or the drawer or the collecting banker. So these are the persons who can draw a check on the name of the other person. Okay, so this is called crossing of check. അപ്പോൾ crossing of check എന്താണ്? നമ്മൾ ഫ്രോഡ്സ് എല്ലാം കുറച്ചുകൂടെ ചെക്കിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ 2 types of crossing ഡിസ്കസ് ചെയ്തു. ദ general crossing and special crossing, and also the account pay crossing and not negotiable crossing. Then who all can cross the check? That also we have discussed: the collecting banker, the drawer and the holder. Next we want to study what is called the opening of crossing. Crossing in opening ennaanu. Opening of crossing enna concept ketta endha ezhudande. So if the crossing on a check is cancelled, is called opening of crossing. Crossing cancel, crossing എന്ന് വെച്ചാൽ ക്രോസ് നോർമലി നോക്കിയാൽ മതി. ക്രോസ് എന്ന് പറഞ്ഞാൽ എൻഡ് എന്നാ. ഓപ്പൺ ചെയ്യുക മീൻസ് വി ആർ എൻഡിങ് ദാറ്റ് ഓർ വി ആർ ക്യാൻസലിങ് എ ക്രോസിംഗ് ഇസ് കോൾഡ് ദ ഓപ്പണിംഗ്. So the check thereafter becomes an open check. Only the drawer of the check is entitled to open the closing of the check by writing the words pay cash and cancelling the closing along with full signature of the drawer. നമ്മൾ പറഞ്ഞു എന്ത് ചെറിയ മെറ്റീരിയൽ ഓൾട്രേഷൻ എന്നൊരു കൺസെപ്റ്റ് ആദ്യത്തെ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ചെക്കിൽ വരുത്തിയാലും ഡ്രോവർ എന്ത് ചെയ്യണം, ആ മാറ്റം വരുത്തിയതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫുൾ പേരിൽ ഇനീഷ്യൽസ് അല്ലാതെ ഫുൾ സിഗ്നേച്ചർ ഇടണമെന്ന് മെൻഷൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ക്രോസിംഗ് ചെയ്തൊരു ചെക്കിനെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓർ ഇഫ് യു വോണ്ട് ടു ക്യാൻസൽ ദ ക്രോസിംഗ് ഇറ്റ് ക്യാൻ ബി ഓൺലി ഡൺ ബൈ ദ ഹോൾഡർ ഓഫ് ദ ചെക്ക് ഓർ ദ ഡ്രോവർ ഓഫ് ദ ചെക്ക്. Along with that he want to get a sign or he should sign on the below mentioning that this is done by myself. എൻ്റെ തന്നെ മെറ്റീരിയൽ ഓൾട്രേഷൻ ആണെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഒപ്പും ഇട്ടിരിക്കണം. സോ ദിസ് ഇസ് കോൾഡ് ദ ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. ക്രോസിങ്ങിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ വി ഷുഡ് നോ ദാറ്റ് ഇറ്റ് ഇസ് കോൾഡ് ദ ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ്. ക്രോസിംഗ് ക്യാൻസൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഓപ്പണിംഗ് എന്ന് പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ നമ്മുടെ ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് ഡിഫറൻസ് ആണ് ഇനി ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് in general crossing the 2 parallel lines are compulsory for general crossing. 2 parallel lines വരയ്ക്കണമെന്നുള്ളത് കമ്പൽസറി ആണ് ജനറൽ ക്രോസിങ്ങിൽ. while in case of special crossing 2 parallel lines are not essential for special crossing, may or may not be used. സ്പെഷ്യൽ ക്രോസ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ പേര് എഴുതിയാലും ഓക്കെയാണ്. ഇപ്പം നമ്മളിവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ കണ്ടോ, സ്പെസിമെൻ ഓഫ് ജനറൽ ക്രോസിങ്ങിൽ 2 ലൈൻസ് ഇട്ടേക്കാണ്. ഇവിടെ ഫസ്റ്റ് ഇതിൽ ഇന്ത്യൻ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്, 2 ലൈൻസ് ഇല്ല. വേണമെങ്കിൽ 2 ലൈൻസ് ഇടാം, ഇല്ലെങ്കിൽ ഇല്ല എന്നതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഫറൻസ്. ഇൻ ജനറൽ ക്രോസിംഗ് we want to draw 2 parallel transverse lines to mention that, while in case of special crossing the 2 transverse lines may or may not be present on the check. Second one is the word and company may or may not be used in general crossing. and company എന്നുള്ളത് വേണമെങ്കിൽ ചേർക്കാം, അല്ലാതെ ചേർക്കാതെ ഇരിക്കാം in case of a general crossing. And the word and company must not be used in special crossing. സ്പെഷ്യൽ ക്രോസിംഗ് നമ്മളുള്ളിൽ എന്താണ് എഴുതുന്നത്, നമ്മുടെ ബാങ്കിൻ്റെ പേരാണ്. ഒരിക്കലും ആൻഡ് കമ്പനി എന്ന് എഴുതാൻ പാടില്ല ഇൻ കേസ് ഓഫ് എ സ്പെഷ്യൽ ക്രോസിംഗ്. ബാങ്കിൻ്റെ പേരാണ് എഴുതേണ്ടത്. തേർഡ്, the name of the collecting banker should not be written in the general crossing. ബാങ്കിൻ്റെ പേര് എഴുതേണ്ടതില്ല ജനറൽ ക്രോസിങ്ങിൽ, പക്ഷേ അത് എഴുതരുത്. ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്രോസിംഗ് ഇഫ് ഇറ്റ് ഇസ് റിട്ടേൺ, ജനറൽ ക്രോസിങ്ങിൽ നമ്മൾ ബാങ്കിൻ്റെ പേര് എഴുതി അത് ഓട്ടോമാറ്റിക്കലി എന്താവും, സ്പെഷ്യൽ ക്രോസിംഗ് ആവും.
So in special closing, the banker's name should be written in case of a special closing. Then 4, generally closed check can be collected through any bank. General closed ആയിട്ടുള്ള ചെക്ക് നമുക്ക് ഏത് ബാങ്കിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം അതിൻ്റെ എമൗണ്ട്. വൈൽ സ്പെഷ്യലി ക്ലോസ് ചെക്സ് ക്യാൻ ബി കളക്റ്റഡ് ഓൺലി ടു ദ ബാങ്ക് ഹൂസ് നെയിം ഇസ് ഇൻസേർട്ടഡ് ഇൻ ദ ചെക്ക്. ആ ചെക്കിന് 2 ലൈൻസിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ബാങ്കിൻ്റെ എഴുതിയിരുന്നോ, ഇവിടെ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ ബാങ്ക് എന്ന് എഴുതിയിരുന്നത്. അപ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലോട്ട് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതിലൂടെ മാത്രമായിരിക്കും ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. And the last one is safety of general closed check is lesser while of the specially closed check is more higher. മറ്റേ ഇതിൻ്റെ സേഫ്റ്റി കുറവാണെന്ന് പറയാൻ കാരണം അതിനകത്ത് ഏത് ബാങ്കിൽ കൂടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ എല്ലാ ബാങ്കുകൾക്കും അവിടെയുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ മാത്രമേ ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ICICI ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ചെക്ക് കൊണ്ട് ഒരു ജനറലി ക്ലോസ്ഡ് ചെക്ക് കൊണ്ടുപോയാൽ എൻ്റെ ഐഡൻറ്റിറ്റി അവർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അക്കൗണ്ട് ഇതാണെന്ന് അവർക്ക് വിശ്വാസം വരുത്താൻ വേറെ വഴിയൊന്നുമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്ലോസിങ് ഐ വിൽ അപ്രോച്ച് ദ ബാങ്ക് ഇൻ വിച്ച് മൈ അക്കൗണ്ട് ഇസ് ഓൾസോ ദെയർ. എനിക്ക് അക്കൗണ്ടിലുള്ളടുത്ത് തന്നെ ആയിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല. സോ ദ സേഫ്റ്റി ഈസ് മോർ. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ ക്ലോസിങ് ആൻഡ് ദ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ക്ലോസിങ്. അപ്പോൾ നമ്മൾ ടോട്ടലി ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്രോസിംഗ് എന്ന ടെക്നിക്കിനെയാണ്. എന്താണ് ക്രോസിംഗ്, ചെക്കിൻ്റെ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, what is the general meaning and definition of closing, what is meant by the 2 types of closing like the general one and the special, and in this we have discussed the 2, that is the account payee closing and not negotiable closing, and also we have seen who are the persons who can do this closing of check. ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ദ ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് വാസ് ദാറ്റ്, ഇറ്റ് മീൻസ് വി ആർ ക്യാൻസലിംഗ് ദ ക്ലോസിംഗ് പ്രോസസ്. അതിനെയാണ് നമ്മൾ ഓപ്പണിംഗ് എന്ന് പറയുക. ഇൻ വിച്ച് വി വോണ്ട് ടു, ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ ദ ഡ്രോവർ ഓഫ് ദ ചെക്ക് ഓർ ദ ഹോൾഡർ ഓഫ് ദ ചെക്ക്, ഇൻ വിച്ച് യു വോണ്ട് ടു ഗീവ് ദ ഫുൾ സിഗ്നേച്ചർ. മുഴുവൻ സിഗ്നേച്ചർ എഴുതിയാൽ മാത്രം, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും, ഫുൾ സിഗ്നേച്ചർ സൈൻ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഒരു ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലോസിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ലാസ്റ്റ് വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ജനറൽ ക്ലോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്ലോസിംഗ്. ജനറൽ ക്ലോസിംഗും സ്പെഷ്യൽ ക്ലോസിംഗും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ജനറൽ ക്ലോസിംഗിൽ എന്തായിരുന്നു, 2 പാരലൽ ലൈൻസ് കമ്പൽസറി ആണ്. വൈൽ ഇൻ കേസ് ഓഫ് സ്പെഷ്യൽ ക്ലോസിംഗ് ദ 2 പാരലൽ ലൈൻസ് ആർ നോട്ട് കമ്പൽസറി. ഇൻ കേസ് ഓഫ് ജനറൽ ക്ലോസിംഗ് ആൻഡ് കമ്പനി ഷുഡ് ബി റിട്ടൺ, while in case of special closing the banker's name should be written. Banker's name should not be written in case of a general closing, while it is compulsory in case of a special closing. Then generally closed check can be collected from any bank, while the specially closed check can be collected from only the specified bank, and safety is more in case of specially closed check. So these are the major things that we want to study in a closing of check. Closing of check എന്നുള്ള പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ മെസ്സേജ്, ഐ ക്യാൻ ഗീവ് ദ ക്ലാരിഫിക്കേഷൻ കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് ഇപ്പോൾ തരാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.